ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഇഷ്ടമുള്ള തീമിൽ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് നെയിം സ്ലിപ്സുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വെൽക്കം ടു മെലോഡറീസ്. അതിന് നിങ്ങളുടെ ഫോണിൽ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ കസ്റ്റം സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ യൂണിറ്റ്സ് എന്നുള്ളത് PX മാറ്റിയിട്ട് സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക. വിഡ്ത്ത് 8.1 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4.7 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഇപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ സൈസിലുള്ള ഒരു ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സുകൾ വരും. ഇനി അതിൽ മുകളിൽ കാണുന്ന ഒരു ബാറിൽ വലിച്ച് താഴേക്കാക്കി കൊടുത്ത് മിനിമൈസ് ആക്കുക. ഇനി ഇതിൽ താഴെ കാണുന്ന റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്യുക. ഇന്ന് ഞാൻ മെർമെയ്ഡ് തീമിലുള്ള നെയിം സ്ലിപ്സുകൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. സോ ഞാൻ കുറേ ഇഷ്ടപ്പെട്ട ഇമേജുകൾ ആദ്യം തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇമേജിൽ സെലക്ട് ചെയ്തിട്ടുള്ള താഴെ കാണുന്ന ടൂൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്യുക. ഇവിടെ ട്രാൻസ്പെറൻസി കുറച്ച് കൊടുക്കുക. ഒരു 35 ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി ഇതിൽ ക്ലാസ്, ഡിവിഷന്, റോൾ നമ്പർ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നെയിം സ്ലിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന സ്പേസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ക്ലാസ് KM1 എന്നും ഡിവിഷൻ Aയും റോൾ നമ്പർ 17 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റർ അടിച്ചിട്ട് സബ്ജക്റ്റ് ഇട്ട് കൊടുക്കാം. സബ്ജക്റ്റ് നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് അതിനുള്ള സ്പേസാണ് ഞാൻ കൊടുക്കുന്നത്. ഈ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫോണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫോണ്ട് സൈസ് ഒരു 8 ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ടൂൾ ബാറിൽ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ലൈൻ സ്പേസിങ് ഒരു 2.4 ആക്കി കൊടുക്കുക. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അതിൽ ഷേപ്സ് എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ ആദ്യം കാണുന്ന കേവ് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്കിൽ ഇത് വരുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുട്ടിയുടെ പേര് എഴുതി കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ആഡ് എ ഹെഡിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുക. ഇനി ഇതിൽ ഫോണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ നെയിം സെൻറ്ററിൽ വരത്തക്ക വിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുട്ടിയുടെ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു ഫോട്ടോ ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്ന സൈറ്റിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കുക. അതിൽ നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി തരുവേ. ഇതിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകും. ഇനി നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഈ നെയിം സ്ലിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇമേജ് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നഡ്ജ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ലെഫ്റ്റിലോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് സൈസ് ഒന്ന് നമുക്ക് വേണ്ടുന്ന വിധത്തിൽ വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മെർമെയ്ഡിൻ്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് ഈ പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി അതിൽ ഓട്ടോ അഡ്ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവുക. ഇനി നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം.
എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആകുമേ. ഇനി ഇതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നീ ഉണ്ടാക്കിയ ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ആവും. ഇനി ഇതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ഇമേജ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. സെക്കൻഡ് വീഡിയോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.